RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷവും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലീഗുകളൊക്കെ തുടങ്ങി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ലാ ലീഗ്, ഇനിയിപ്പോൾ ലീഗ് വണ്ണും സിരിയയും അതേപോലെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലീഗിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ മത്സരങ്ങളുടെ ഒരു ഇതിലോട്ട് എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി എന്താണ് ഈ ലീഗുകളിൽ ആരാണ് ഈ സീസണിൽ കിരീടം ചൂടാൻ പോകുന്നത്, അതായത് ചാമ്പ്യൻസ് ലീഗ് അടിക്കും, അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞങ്ങൾ രണ്ടാളും ചർച്ച ഒരു പ്രൊഡിക്ഷൻ തന്നെ പറയാം. എന്നാലും നമുക്ക് നമ്മൾ ഇരുന്ന് സംസാരിച്ചിട്ടൊരു വിലയിരുത്തലിൽ വന്നൊരു കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ റിഹാനു, ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യന്മാരായിരുന്നു ലിവർപൂൾ. അപ്പോ ലാസ്റ്റ് ഇയർ കണ്ടിടത്തോളം സിറ്റി കുറച്ച് ഡൗൺ ആയിരുന്നു. സിറ്റി കുറച്ചല്ല, ഒരുപാട് ഡൗൺ ആയിരുന്നു. അതെ, ക്രിസ്റ്റൽ പാലസിന്റെ ഒപ്പം ഒക്കെ ഒരു ഫൈനൽ തോക്കുകയാണെങ്കിൽ അതെ അതെ, അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഗാർഡിയോളയുടെ കോച്ചിങ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ടൊരു സീസണാന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്കും മോശപ്പെട്ടൊരു സീസൺ ആയിരുന്നു. പിന്നെ ലിവർപൂള് ആദ്യം എല്ലാ ലീഗിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു, ടോപ്പ് ആയിരുന്നു എല്ലാ ലീഗും. പിന്നെ UCL മാറി, പിന്നെ മറ്റേ എന്താ കാരബാവോ കപ്പ് മാറി, FA കപ്പിന്നും പോയി. അപ്പൊ ഈ എല്ലാം കപ്പും മിസ്സായിട്ട് ലാസ്റ്റിൽ ആകെ ഉണ്ടായിരുന്ന ഹോപ്പ് ഇത് അടിച്ചേ പറ്റുന്നുള്ളൂ തന്നെ അവര് വാശിക്ക് അടിച്ചതാണിത്. പ്രീമിയർ ലീഗ് ഓൾറെഡി അവര് 10 പോയിന്റ് ഒക്കെ വ്യത്യാസം ആഴ്സണലായിട്ടും സിറ്റി ആയിട്ടൊക്കെ നല്ല പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ആഴ്സണലായിട്ട് മാത്രം 10 പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ചാമ്പ്യൻസ് ലീഗ് ഭയങ്കരമായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനമായപ്പോ പ്രീ ക്വാർട്ടറിൽ പുറത്തായി. തീർച്ചയായിട്ടും അത് ഇതാണ് ലിവർപൂൾ ഫാൻസിന് എന്തായാലും അവർ പ്രതീക്ഷയായിരുന്നു അവർ ആ സീസണിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ സീസണിൽ ഒരുപാട് സൈനിങ്ങാണ്, ഇഷ്ടംപോലെ സൈനിങ്ങാണ്. സൗദി ക്ലബ്ബായി അവര്, ശരിക്കും ചുരുക്കി പറഞ്ഞ ട്രാൻസ്ഫറിൽ അവർ സൗദി ക്ലബിനെ പോലെ അത്രയും പൈസ മുടക്കിയിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറെ. അപ്പൊ എന്തായിരിക്കും ലിവർപൂളിന്റെ ഈ സീസണിൽ എന്തൊക്കെയായിരിക്കും? ഈ സീസണിൽ നല്ല മൂവ്മെന്റ് ഉണ്ടാവും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. കുറെ സൈനികളൊക്കെ ഉണ്ട്. സിറ്റിക്കും ഏകദേശം കുറച്ചൊക്കെ ഉണ്ടാവും ഇമ്പ്രൂവ്മെന്റ്. കാരണം ഇപ്പൊ റയാൻ ചെർക്കി വന്നു, ചെർക്കി ഡബിൾ ഫുട്ടഡ് ആണ്. ചെർക്കി ഗോൾ അടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ മാൻ ഓഫ് ദി മാച്ച് ആണ്, ആള് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സിറ്റിയുടെ കാര്യമാണ് നിൽക്കുന്നത്. നമുക്ക് ലിവർപൂളിൽ സ്റ്റാർട്ട് ചെയ്യാം. ലിവർപൂളിന് എനിക്ക് തോന്നുന്നത് ലിവർപൂളിൽ എന്താന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ലിവർപൂൾ കുറെ സൈനികളൊക്കെ ഉണ്ട്. പക്ഷേ ലിവർപൂളിന്റെ മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോട്ടയുടെ മരണം ലിവർപൂളിലെ താരങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മള് കൂടപ്പുറപ്പുകൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടി മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവരോടുള്ള സൗഹൃദം പുലർത്തുന്നവർക്ക് അത് റിക്കവറി ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ചിലർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ആ ടീമില് ഇപ്പൊ മുഹമ്മദ് സാലയൊക്കെ ഇന്നലെ എല്ലാരും സന്തോഷമായിരുന്നപ്പോ മുഹമ്മദ് സാല ലാസ്റ്റ് സെലിബ്രേഷൻ കാണിച്ചു. പിന്നെ എല്ലാരും അതേപോലെ തന്നെ ഓരോ ഹാഫ് ടൈമിലും ഡ്രിങ്കിങ് ടൈമിലും എല്ലാത്തിലും ഈ കാണികളൊക്കെ നിന്നിട്ട് അതേപോലെ എല്ലാ ഒരു ടീമിന്റെ അവസ്ഥ. ടീമെന്ന് പറഞ്ഞാൽ അവരോട് കൂടപ്പുറപ്പായിട്ട് കൂടെ ഉണ്ടും പ്രാക്ടീസ് ചെയ്തും കളിച്ചും എൻജോയ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് വിട പറയുമ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു ആക്സിഡന്റിലൂടെ വിട പറയുന്ന സമയത്ത് ആ ഒരു ടീമിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി വലിയ പണിയാണ്. എനിക്ക് കളി തുടങ്ങി 2-2 സമനിലയായപ്പോ, ഈ ഫസ്റ്റ് മാച്ച് തന്നെ സമനിലയായപ്പോ ലിവർപൂളിന്റെ പോക്ക് കുറച്ച് ഇതിലേക്കാണെന്ന് വിചാരിച്ചു. പിന്നെ പക്ഷെ അവര് 85 മിനിറ്റ് ശേഷം 2 ഗോൾ കൂടെ എക്സ്ട്രാ അടിച്ച് 4-2 വിജയിച്ചു. പക്ഷെ ഇനിയുള്ള പോക്കില് ഇതിൽ ഓവർകം ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ് ലിവർപൂളിനുള്ളത്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ചില പ്ലെയേഴ്സ് ഭയങ്കരമായിട്ട് ജോട്ടയായിട്ട് അടുത്ത താരങ്ങളുണ്ട്. അവർക്ക് അതൊന്ന് റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചിലവര് ജോട്ടയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാന്നുള്ള ഒരു ഇതില് കുറച്ചുകൂടെ ഇതായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആഴ്സണലും പ്രാവശ്യം ഏകദേശം സൗദി ക്ലബിനെ പോലെ നല്ല സൈനികള് പൈസ എവിടുന്നാണ് ഒരു പൊക്കിക്കൊണ്ടുവന്നത്. ജോക്കറസിനൊക്കെ പക്ഷെ കുറെ കാലമായിട്ട് ഇങ്ങനെ ബാഴ്സലോണ പോലെ എല്ലാവരും നോട്ടുണ്ട്. പക്ഷെ ഒരു 60 മില്യന്റെ മുകളില് ആള് ഗോൾഡൻ ബൂട്ടില് റേസിലുണ്ടായിരുന്നതാണ് കഴിഞ്ഞ സീസണിൽ. പക്ഷെ യൂറോപ്യൻ ലീഗ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആള് യൂറോപ്പിലെ എല്ലാ പ്ലേയേഴ്സിനെക്കാളും സ്ട്രൈക്കർമാരെക്കാളും ഗോള് ഏറ്റവും കൂടുതൽ അടിച്ചു കൂട്ടിയത് ആളാണ്. പക്ഷെ യൂറോപ്യൻ ലീഗ് അല്ലാത്തത് കൊണ്ട്, യൂറോപ്പിലുള്ള ലീഗ് അല്ലാത്തത്, മേജർ 5 ലീഗ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആൾക്ക് സെക്കൻഡ് 3rd പൊസിഷനിലാണ് ആള്. ഇതിനേക്കാളും ഒന്നാം സ്ഥാനക്കാരെക്കാളും കിലിയനേക്കാളും 20 ഗോളോ 15 ഗോളോ കൂടുതൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മേജർ ലീഗ് അല്ലാത്തതാണ്. അവര്
1.5 പോയിന്റ്സ് മാത്രം അതർ ലീഗ്സിന് കൊടുക്കുക, മേജർ ലീഗ്സിന് 2 പോയിന്റ്. അതെ, അങ്ങനെ വരുന്ന സമയത്ത് ആഴ്സണൽ തീപ്പാറിയ ഫോമിലാണ്. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല ഫോമിലാണ്. അവർക്ക് പറ്റിയത് സെമിഫൈനലില് ഒരു ഇത് പറ്റി, ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലില്. അത് PSG ആയിട്ട് അല്ലെ, PSG ആയിട്ട് അത് ജയിക്കുന്ന വിചാരിച്ച കളിയായിരുന്നു. റയലിനൊക്കെ നല്ല രീതിക്ക് പൊട്ടിച്ചായിരുന്നു. പക്ഷെ PSG ആയിട്ട് അവർക്ക് അട്ടിപ്പതറേണ്ടി വന്നു. അത് PSG ആഴ്സണലിനോട് എന്താ കളിക്കേണ്ടത് ആ രീതിക്ക് കളിച്ചു, PSG വിജയിച്ചു. പക്ഷെ ഇനിയുള്ള സീസണിൽ, ഈ സീസണിൽ ആഴ്സണലിനെ പേടിച്ചേ പറ്റൂ. ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിലും സെമിഫൈനലിൽ ഒരു സ്ഥാനത്തിൽ എന്തായാലും ഉണ്ടാവും. സംഭവം എന്തായിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്. ഇന്നലത്തെ കളിയിൽ പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ഒന്ന് വേർത്തിട്ടുണ്ട് ആഴ്സണൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീ കളിയായിരുന്നു. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നമ്പാൻ പറ്റില്ല. ഇന്ന് നല്ല കളി കളിക്കും, നാളെ കൊണ്ടിട്ട് ഏതെങ്കിലും ചെറിയ ടീമിനോട് 3-4 ഗോൾ നോക്കും, വലിയ ടീമിനോട് ചിലപ്പോൾ ജയിച്ചു തരും. അങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. പിന്നുള്ള ടീം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി നോക്കുകയാണെങ്കിൽ പെപ് ഗാർഡിയോളന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് സിറ്റി ആരാധകർ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി കുറെ ഇപ്പൊ ഡിബ്രോയിൻ പോയി, അതേപോലെ അതെ ഗ്രിലിഷ് പോയി, അതേപോലെ കഴിഞ്ഞ സീസണിൽ ആൽവാരസ് പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ റോഡ്രിയുടെ പരുക്കുണ്ടായിരുന്നു, പരുക്ക് മാറി വന്നു. എന്നിരുന്നാലും ഇപ്പോ റോഡ്രിയും ചെർക്കിയും രജീന്ദ്ര ആണ് ഇപ്പോ ഉള്ളത്, 3 മിഡിലുള്ളത്. പിന്നെ ഫോർവേഡ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മിനി ഫോമിൽ തന്നെ കളിക്കുന്നത്. ഹാലൻഡ് പടി ഗോൾ അടി തുടങ്ങിയിട്ടുണ്ട്, അതേപോലെ ഡിഫൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ലാസ്റ്റ് ഇയറിനെ പോലെ ആയില്ലെങ്കിൽ ഇല്ല, അങ്ങനെ അത്രയ്ക്ക് മോശമാണെന്ന് തോന്നുന്നില്ല. ഈ റോഡ്രി ഇല്ലാത്തൊരു മേജർ പോയിന്റ് തന്നെയാണ് സിറ്റിക്ക് ബാധിച്ചത്. അതന്നെയാണ് ശരിക്കും സിറ്റിക്ക് കഴിഞ്ഞ സീസണിൽ ബാധിച്ചത്. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻ ചെൽസിയും ഉണ്ടാവും 4ാം സ്ഥാനത്തിന് മത്സരിക്കാൻ, ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത ഉണ്ടാകുന്ന 4ാം സ്ഥാനക്കാരായിട്ട് ചെൽസിയും എന്തായാലും ഉണ്ടാവും. ചെൽസി വേൾഡ് കപ്പില് അതെ തോൽപ്പിച്ചതാണ് ഇവര്. ഒരു ചെൽസി ഫാൻസിൽ വരെ ഒരു 20% പേര് പ്രതീക്ഷിക്കാത്ത ഒരു സീസൺ ആയിരുന്നു ആ ക്ലബ് വേൾഡ് കപ്പ് നേടിയത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സെമിഫൈനലിൽ വരെയുള്ള പാത്തൊക്കെ അത്യാവശ്യം എളുപ്പമെന്ന് തന്നെ പറയാം. പക്ഷെ ഫൈനലിൽ PSG കിട്ടിയപ്പോ എല്ലാവരും ഫസ്റ്റ് തന്നെ തോൽവി സമ്മതിച്ചു. PSG അടിക്കുന്ന ഒരുപാടുള്ള ഓൾമോസ്റ്റ് ആൾക്കാർ നമ്മൾ തന്നെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ചെൽസിയുടെ ദിവസമാണെങ്കിൽ ചെൽസി കപ്പടിക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് റെഹാന് കുറെ ട്രോള കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറും റെഹാനും തമ്മിലായിരുന്നു. സൂപ്പർ കമ്പ്യൂട്ടർ പക്ഷെ അതെ സൂപ്പർ കമ്പ്യൂട്ടർ പക്ഷെ ഇവര് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫസ്റ്റ് റൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ചെൽസിയാണ് ചാമ്പ്യന്മാരാവാന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെൽസി, അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ടാവും. യുണൈറ്റഡ് ഇപ്പൊ എംബോമയും പിന്നെ മാറ്റി കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 15ാം സ്ഥാനത്ത് വന്നിട്ട് ഒരു 5ാം സ്ഥാനത്തിലേക്ക് ഉള്ളിലേക്ക് ചിലപ്പോഴേ നടക്കത്തുള്ളൂ. ഒരു 7-8 അതൊക്കെ ഇനി യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത കിട്ടുക തന്നെ പറഞ്ഞാൽ വലിയ കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് 15ാം സ്ഥാനത്താണ്. അപ്പോ അവരുടെ കോച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ഏത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏതൊരു ടീമിനെയും തോൽപ്പിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക്. പക്ഷെ ഇന്നത്തെ കളി ഓക്കെ ആയിരുന്നു. ഇന്നത്തെ കളി ഇനി അടുത്ത കളി എന്താണെന്ന് പറയാൻ പറ്റില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ കറക്റ്റ് ഫിറ്റിൽ പോകണമെങ്കിൽ അടുത്ത കളി അങ്ങോട്ട് അവര് പിന്നെ എത്ര വലിയ ടീമാണെങ്കിലും എത്ര ചെറിയ ടീമാണെങ്കിലും അതെ അതൊക്കെ ഒരു പ്രശ്നം. പിന്നെ നോക്കണമെങ്കിൽ ആസ്റ്റൺ വില്ല ഉണ്ട്, അതേപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കപ്പെടുത്ത ഇവരുണ്ട് ന്യൂകാസ്റ്റൽ യുണൈറ്റഡിനെ ഒന്ന് പേടിക്കണം. അതേപോലെ എനിക്ക് പേടിക്കാനുള്ള വേറെ ടീം കൂടി പറഞ്ഞാൽ നട്ടിംഗ്ഹാം ഫോറസ്റ്റ് കഴിഞ്ഞ സീസണിൽ നല്ല പോലെ ഉള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതെ, അവർക്കും അപ്പൊ ഒരു നല്ല ചാൻസ് ഉണ്ട് ഇതില് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാല്. അപ്പോ എല്ലാവരും ഒരുക്കി തന്നെ ഇരുന്നോളൂ. എനിക്ക് തോന്നുന്നത് 4 എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ടാവും, ലിവർപൂൾ ഉണ്ടാവും, ആഴ്സണൽ. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെയല്ല ആക്കണേ. അപ്പൊ ഇത് പുതിയ ട്രെൻഡ് നോക്കിയാലോ. എങ്ങനെ 3-2-1 എന്ന് പറയുമ്പോ ഒരു ടീം അത് സ്ഥാനങ്ങളായിട്ട്. 5ാം സ്ഥാനത്ത് 3-2-1 ന്യൂകാസൽ. ഒരേ സമയത്ത് പറയണം. ഞാൻ പോയി. ഓക്കെ 4ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്ത് 3-2-1 ന്യൂകാസൽ. 3-2-1 ചെൽസി. ഇനി 3ാം സ്ഥാനത്ത് ആലോചിക്കണ്ടേ. ഓക്കെ 3-2-1 ആർസണൽ. ഓക്കെ ഇനി ലാസ്റ്റ് 2ാം സ്ഥാനത്താണ്. ഇനി 3-2-1 സിറ്റി. അല്ല ലിവർപൂൾ.
സിറ്റി തിരിച്ചതെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. ഒന്നാം സ്ഥാനത്ത് സിറ്റി ആയിട്ട് സിറ്റി ലിവർപൂൾ തന്നെയാണ്. അപ്പൊ ലിവർപൂള് സിറ്റി. അപ്പൊ നോക്കാം നമുക്ക് കണ്ടിരിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ലീഗിലേക്ക് പോകണമെന്ന് പറഞ്ഞാല് സ്പാനിഷ് ലീഗിലേക്ക് പോയാലോ? സ്പാനിഷ് ലാലിഗയിലേക്ക് പോവാണെങ്കിൽ റയൽ മഡ്രിഡ് ഉണ്ട്, ബാഴ്സലോണ ഉണ്ട്, അറ്റ്ലാന്റിക്കോ മഡ്രിഡ്, അറ്റ്ലാന്റിക്കോ ക്ലബ്ബ്. ഈ 4 ടീം പക്ഷെ അറ്റ്ലാന്റിക്കോ ക്ലബിനെ തോപ്പിച്ച് അറ്റ്ലാന്റിക്കോ മഡ്രിഡ് ഇന്നലെ ഫസ്റ്റ് ഗോള് അറ്റ്ലാന്റിക്കോ മഡ്രിഡ് അടിച്ചു, 2 ഗോൾ അവർ തിരിച്ചടിച്ചിട്ട് വിജയിച്ചു. പക്ഷെ അത് നോക്കണ്ട, സീസണിൽ ഒരു ചാൻസ് ഉള്ളത് ഇങ്ങനെ ഒരു 4 ടീമുകൾക്കാണ് എന്റെ ഒരു നിലയിരുത്തല്. അപ്പോ എന്തായിരിക്കും റയൽ മഡ്രിഡ് ഈ വർഷം കുറച്ചങ്ങോട്ട് പോകും, പാടുപെടില്ല. ലാസ്റ്റ് ടൈമിന്റെ പോലെ ബാർസലോണ പാടുപെടില്ല. 1-2 ഇപ്പൊ 4 അൽ ക്ലാസിക് ഉണ്ടെങ്കിൽ അതിൽ 4-2 ശരിക്കും അൽ ക്ലാസിക് ആയിട്ടുള്ളത് ലീഗില്. പിന്നെ കോപ്പ ഡെൽ റേയിലോ സൂപ്പർ എസ്പാനിയോളൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് ഒരു ചുരുക്കി പറയാം. 4 ഉണ്ടെങ്കിൽ അതിൽ 2 റയല്, 2 ബാർസ, അങ്ങനെ ചിലപ്പോ വരാൻ സാധ്യത. കാരണം അവര് ഈ വർഷം ലാസ്റ്റ് ഇയറിന്റെ തോൽവികൾക്കൊക്കെ ഈ വർഷം മറുപടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മറുപടി തരാന്ന് പറഞ്ഞാല് ഇപ്പൊ സാവി അലോൺസിന്റെ അണ്ടറിലാണ് ഇപ്പൊ റയൽ മഡ്രിഡ് ഇപ്പൊ കളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് മെയിൻ വമ്പൻ പ്ലേയേഴ്സുകളുടെ ധാരാളിത്തം തന്നെയാണ്. ഇപ്പോഴും അവർക്കൊരു മിഡ്ഫീൽഡ് ഭരിക്കാനുള്ള ഒരു എഞ്ചിൻ അത് ഇല്ല ഇപ്പോഴും. എന്താന്ന് പറഞ്ഞാല് മോഡ്രിച്ച്, ടോണി ക്രൂസ്, കാസിമിറോ ഇവരൊക്കെ പോയ ശേഷം കുറെ പേര് മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ മിഡ്ഫീൽഡ് അടക്കി ഭരിക്കാൻ ഇപ്പോ അത്യാവശ്യം കളിക്കുന്നുണ്ട് നമ്മുടെ. അപ്പോ ആർദ ഗുലാർ, അതേപോലെ ബെല്ലിംഗ്ഹാം, ഇവരൊക്കെ ഇപ്പോ ആർദ ഗുലാറിനൊക്കെ സാവി അലോൺസാണ് നല്ല സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അഞ്ചലോട്ടിയൊന്നും അത്ര അവസരങ്ങൾ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു എഞ്ചിൻ പ്ലേ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കളിയെ നിയന്ത്രിക്കാൻ വേണ്ടി ബാഴ്സലോണയൊക്കെ മെയിൻ അതാണ്. ബാഴ്സലോണയിൽ എപ്പോ സ്പീഡ് കൂടണം, എപ്പോ സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ പെഡ്രിയും ഡിജോണൊക്കെ വിചാരിച്ചാൽ അവർക്കറിയാം. അവർക്ക് കളിയിൽ എങ്ങനെ വിജയിച്ച കളികളിൽ എങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ആ കളി കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ തോറ്റ കളികളിൽ എങ്ങനെ പുള്ളി ചെയ്തിട്ട് വിജയിക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഉണ്ടായ ടീമാണ് മറ്റേ ടോണി ക്രൂസും മോഡ്രിച്ചും ഒക്കെ. കാസിമിറോ ഒക്കെ ഉണ്ടായ സമയത്ത് കാസിമിറോ ഹോൾഡ് ചെയ്ത് ബാക്കിൽ ഡിഫൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ടോണി ക്രൂസും മോഡ്രിച്ചും ഇവർ ആരാണ് അറ്റാക്കിങ്ങിലേക്ക് പോകുക, ആരാണ് ഡിഫൻസിലേക്ക് വരാൻ പറയാൻ പറ്റില്ല. അങ്ങനെ റയലിനെ നല്ലപോലെ കളിപ്പിച്ചു. റയൽ ഇപ്പൊ ഒരു ബുദ്ധിത്തരം കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് ലാലിഗ 25 പ്ലേയേഴ്സ് ട്രാൻസ്ഫറിലും എല്ലാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 25 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു മാക്സിമം. പക്ഷെ ഇവര് ബാർസാന്റെ ഏകദേശം പകുതി ഫീ കൊടുത്തിട്ട് മസ്റ്റാൻഡോനെ ഇറക്കിയിട്ട് സെക്കൻഡ് ഡിവിഷൻ ടീമില് സമ്മതിക്കണം കേട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞാല് റയൽ മഡ്രിഡിൽ പോയിട്ട് പത്രസമ്മേളനത്തിന് ഡയറക്ടർ എന്റെ ഫേവറേറ്റ് പ്ലെയർ, എന്റെ ലെജൻഡ് മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. അതേപോലെ റയലിൽ കളിക്കുന്ന ഒരുപാട് പേർക്ക് മെസ്സിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ആ ടീമിൽ പോയി കഴിഞ്ഞാല് അവര് പറയില്ല അങ്ങനെ മെസ്സിയാണ്. ഇപ്പൊ ബെല്ലിംഗ്ഹാം അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിലും അവരൊക്കെ സൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും മെസ്സിയാണ് അവരുടെ ലെജൻഡ് എന്ന് പറയില്ല. അതെ, അത് അർജന്റീനക്കാരനാണ്, ആൾക്ക് അതൊരു വിഷയമല്ല എന്നുള്ളതുകൊണ്ടാണ്. ആളിന്റെ കാലിൽ കളി ഉണ്ടെങ്കിൽ ഇനിയിപ്പോ റയൽ സെക്കൻഡ് ടീമിൽ കൊണ്ട് വെച്ചാലും ഇപ്പൊ ഇതേ അവസ്ഥയാണ് ആയിട്ട് റോഡ്രി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, വിനീഷ്യസ് ആയിട്ട് നടന്നുകൊണ്ട്. വിനീഷ്യസിന് സാലറി കാര്യങ്ങൾ കൂട്ടിത്തരണം, റോഡ്രി ആയിട്ട് റയൽ മഡ്രിഡ് പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പകുതി അവിടെ ടീം ഫ്ലോപ്പിലേക്ക് പോകും. അപ്പൊ അതിനെ അതിജീവിച്ച് സാവി അലോൺസ് ഇപ്പൊ റോഡ്രിഗോനെ വിൽക്കുകയോ അതോ വിനീഷ്യസ് ജൂനിയറിന്? ഇപ്പൊ വിനീഷ്യസ് ജൂനിയറും എന്താ പ്രശ്നം പറഞ്ഞു, ഇനി ഞാൻ എംബാപ്പേനെയും വിനിനെയും ഒറ്റ ലൈനിൽ കളിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അതെ, അപ്പൊ എവിടെയാണ് വേറെ അടുത്ത പൊസിഷൻ ആണെങ്കിൽ എംബാപ്പ നമ്പർ 9 ആയിട്ട് സ്ട്രൈക്കറുടെ റോളിൽ കളിക്കണം, വിനി വിങ്ങിൽ കളിക്കേണ്ടി വരും. അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ. പിന്നെ റോഡ്രി, പിന്നെ അതേപോലെ പുതിയ സൈനിങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് നമുക്ക് കണ്ടറിയാം. അത് നമ്പർ 9 ഓൾറെഡി ഗ്രാസിയ അത്യാവശ്യം നല്ല രീതിയിൽ പുതിയ പ്ലെയർ നന്നായി കളിക്കുന്നുണ്ട്. അതെ, എൻട്രിക്കിന് കൊടുത്തിട്ടുണ്ട്. എൻട്രിക്കിനൊക്കെ പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ തന്നെ ആയിരിക്കും എൻട്രിക്കൊക്കെ ഈ സീസണിൽ ഉണ്ടാവുക. ഇനി ഈ സീസൺ കഴിഞ്ഞാൽ ഇപ്പോൾ റയൽ വിട്ടു പോകാന്ന് പറയാൻ പറ്റുന്നത്. അതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ലക്ഷ്യം വേൾഡ് കപ്പാണ്, 2026 വേൾഡ് കപ്പാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലബ്ബ് വിട്ടു പോകാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എൻട്രിക്കിന് അതേ ടീമിൽ ലോണിൽ കൊടുക്കായിരിക്കും. അത് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ പിന്നെ അടുത്ത ടീം ബാഴ്സലോണയുടെ എന്താണ്? ബാഴ്സലോണ കഴിഞ്ഞ പ്രാവശ്യം നെട്ടിച്ചാണ് മോനെ മക്കളെ. നമ്മളെയൊക്കെ ബാഴ്സ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ട്രോൾ ഇട്ടത് ഒരുപാട് പേര്. പക്ഷെ ഹാൻസി ഫ്ലിക്ക് എന്ന ചങ്ങായി ജർമ്മനിയിൽ നിന്ന് വണ്ടി കയറി വന്നിട്ട് ഇവിടെ നിന്ന് ഒരു പറ്റം പിള്ളേരെയും അതേപോലെ സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ലാമാസിൽ നിന്ന് ഇറക്കി അങ്ങോട്ട് വിട്ടു. എന്റെ മോനെ അതെ, എമ്മാതിരി സാധനങ്ങളെ എന്നറിയ കൊണ്ടുവന്നു. അതേപോലെ ഈ ചങ്ങായിയുടെ എങ്ങനെയാണ് മനസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അതാണ് ഇവർ ഗ്രൗണ്ടിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഭാഗ്യം കൂടി കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ ഓഫ്ലൈൻ ട്രാപ്പ് ഇതൊക്കെ കൂടി വന്നപ്പോ ബാഴ്സലോണയെ പിടിച്ച് കിട്ടാത്ത ഇന്നലെ മത്സരത്തിൽ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മെയിൻ ആള് പോയിരിക്കണം മാർട്ടിനസ്.
ഇനിഗോ മാർട്ടിനസ് സൗദിയിലോട്ട് പോയത് ബാഴ്സ ടീമിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ അത് എന്താണ് അൻസിഫ്ലിക്കിന്റെ തന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ഇവർ രണ്ടുള്ള കോമ്പാണ്. അതായത് നമ്മുടെ കുബാർസിയും നമ്മുടെ ഇനിഗോ മാർട്ടിനസ് ഇവർ തമ്മിലുള്ള കോംബോ വർക്കായത് വല്ലാത്തൊരു ലെവലായിരുന്നു. എന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രതീക്ഷിച്ച അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ട് കുറെ ടീമുകളെ വട്ടം കറിക്കാന്നാണ് ഈ ഓഫ്ലൈൻ ട്രാപ്പ്. അതെ, നമ്മള് ഇതിനു മുമ്പ് കണ്ടത് ടിക്കി ടാക്ക കണ്ടിട്ടുണ്ട്, ടോട്ടൽ ഫുട്ബോൾ കണ്ടിട്ടുണ്ട്, സ്പീഡ് പാസ് കണ്ടിട്ടുണ്ട്, കൗണ്ടർ അറ്റാക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എതിർ ടീമിനെ ഗോൾ അടിപ്പിച്ച് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഗോൾ ഡിസ്ക്വാളിഫൈ ചെയ്യുക, അതാണ് ഓഫ്ലൈൻ ട്രാപ്പ്. അതില് ബയൺ മ്യൂണിക്കിലൊക്കെ അതേപോലെ ബയൺ മ്യൂണിക്കിലും ജർമ്മൻ ടീമിലൊക്കെ ഹാൻസി ഫ്ലിക്ക് അത് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് ഒരു പ്ലേയേഴ്സ് കിട്ടിയിട്ടതില്ല. അത് തന്നെയാണ് ബാഴ്സയിൽ ഈ സീസണിൽ വരുമോ എന്നൊരു പേടി. എന്താ പറഞ്ഞാല് അറോഹോനെ കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ കൂട്ടി ഓഫ്ലൈൻ ട്രാപ്പിൽ എത്രത്തോളം കൂട്ടിയാ കൂടുന്നു. പക്ഷെ ക്രിസ്ത്യൻസിനും ഓക്കെ ആയിരിക്കാം, പക്ഷെ അറോഹോനെ കൊണ്ട് എത്രത്തോളം കൂട്ടിയാ കൂടുന്നത് തന്നെ ചില ഇത് കാണുമ്പോൾ അറോഹോ തന്നെ നിങ്ങള് ക്യാപ്റ്റന്റെ ഇതാണെങ്കിലും പക്ഷെ അറോഹോന് ഏത് സമയത്ത് എന്ത് ചെയ്യണം ആ ഒരു പൊട്ടൻഷ്യൽ ഇല്ലാത്താണ് ആ ചങ്ങായിയുടെ പ്രശ്നം തന്നെയാണ്. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ആള് ബാക്ക് നോക്കുമ്പോൾ എല്ലാം, പക്ഷെ ഏത് സമയത്ത് ഏത് പൊട്ടത്തരങ്ങളും കാണിക്കും. 1v1 ഒക്കെ ഓക്കെയാണ്, പക്ഷെ ആള് ഇപ്പൊ 5-6 ആണെങ്കിൽ ആള് വന്നിട്ട് ഒരാളെ ഫ്രണ്ടിൽ നിൽക്കാണ്ട് ബാക്ക് കീപ്പർ നിന്ന്, അതാണ് അന്ന് ഇന്ററിന്റെ ഗോള് നിങ്ങൾ 7ാമത്തെ ഗോൾ അർച്ചബിന്റെ അടി. അതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഡിഫൻസ് ആണ് ഇപ്പോ ബാഴ്സയ്ക്ക് തലവേദനയായിട്ടുള്ളത്. ബാക്കി ഗോൾ കീപ്പർ, പുതിയ ഗോൾ കീപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറെ ടയർസ്റ്റേഗനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ആള് സർജറിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് റാഷ്ഫോർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി എല്ലാ ഇതിലും പേടിക്കാനില്ല. ഇപ്പൊ അഡീഷണൽ ആയിട്ട് റാഷ്ഫോർഡ് വന്നിട്ടുണ്ട്, അതേപോലെ റൂണി വന്നിട്ടുണ്ട്. അതിലൊന്നും പേടിക്കാനില്ല. പക്ഷെ ഈ ഡിഫൻസിൽ ഇപ്പോ ക്രിസ്ത്യൻസിനുണ്ട്. സെല്ലിയാന്ന് വിചാരിച്ച അറോഹന് ക്രിസ്ത്യൻസിനെ, പക്ഷെ പോയത് മാർട്ടിനസ് ആണ്. അത് മാർട്ടിനസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലോസിൽ സൈൻ ചെയ്തു. അല്ല, അത് ആള് പറഞ്ഞാണ്. ആള് ഇങ്ങനെ ഫോം ആവുന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മളും ഒരു ബാക്കപ്പ് ആയിട്ട് വാങ്ങിച്ചാണ് അത്ലറ്റിക്കോ ബിൽബാओ വന്നത്. അപ്പൊ ജസ്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് സൗദി ലീഗിലേക്ക് വിളി വന്നാൽ, അവിടുത്തെ മാത്രം സൗദി ലീഗിലേക്ക് വന്നാൽ മാത്രം ഫ്രീ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോവാം. എന്താണ് സൗദിയിൽ വമ്പൻ ഓഫറാണ് ഇനിഗോ മാർട്ടിനസ്. എന്താ പറഞ്ഞാല് ബാഴ്സയിൽ കളിച്ച ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത്, വാഴ്ചയിൽ ഒരു 3 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത് അവിടെ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുക. കാരണം 34 വയസ്സായി ഏറിക്കൂടി 2-3 സീസണൊക്കെയാണ് ആൾക്ക് ഡിഫൻസിൽ കളിക്കാൻ പറ്റുള്ളൂ ഒരു ടീമിന് വേണ്ടിയിട്ട്. അപ്പൊ അത് അങ്ങനെ. പിന്നെ ബാക്കി യമാലിന്റെ കാര്യവും ഫെഡറി കാര്യങ്ങളൊന്നും നോക്കണ്ട. എന്നാലും യമാലിന്റെ കളിയൊക്കെ ഒരു രക്ഷയില്ല. അപ്പൊ അടുത്ത ടീം അത്ലറ്റിക്കോ മഡ്രിഡ് ഇന്നലെ പരാജയപ്പെട്ടു. പക്ഷെ അവരെ സൂക്ഷിക്കണം. എല്ലാ സീസണിലും നല്ല കത്തിക്കയറി വരും. അവസാനമായിട്ടൊക്കെയാണ് അവര് കലോട്ടൊടിക്കുക. ചാമ്പ്യൻസ് ലീഗിൽ ലാസ്റ്റ് സീസണിൽ 2ാം സ്ഥാനത്ത് ഇരുന്ന അത്ലറ്റിക്കോ 3ാം സ്ഥാനത്തേക്ക് വന്നു. അവര് 4-5 പോയിന്റ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം 1ാം സ്ഥാനത്തുണ്ടായിരുന്നു, പിന്നെ ഡ്രോപ്പായി 3ാം സ്ഥാനത്തായി. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അർജന്റീന ഇപ്പൊ ഒന്നുകൂടെ ഇപ്പൊ അർജന്റീന ടീം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡീപ്പോള് പോയി, അതിന് പകരം പുതിയ 2 ആൾക്കാർ വന്നിട്ടുണ്ട് അത്ലറ്റിക്കോ മഡ്രിഡില്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അർജന്റീന അറ്റാക്കിങ് തന്നെയാണ്. ഇപ്പൊ സിമിയോണി, നമ്മുടെ ജൂലിയൻ ആൽവാരസ്, ആൽമാഡ, പിന്നെ നമ്മുടെ പുതിയ സൈനിങ് ഇപ്പൊ ഗോൺസാലസും കൂടി വന്നു കഴിഞ്ഞപ്പോ അർജന്റീന അറ്റാക്കിംഗ് ആണ് ഉള്ളത് അത്ലറ്റിക്കോ മഡ്രിഡില്. അപ്പൊ അവര് സിമിയോണി ഈ സീസണിൽ അടുത്തത് അതിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന റൂമർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സിമിയോണി അടുത്ത സീസണിൽ ഒരു അർജന്റീനയ്ക്ക് നല്ല ഗുണം ചെയ്യും കേട്ടോ. എന്താ പറഞ്ഞാല് ഇവിടെ ഒന്നായിട്ടൊരു ടീമിൽ കളിക്കാന്ന് സ്പെയിനിന് അതേപോലെ ഒരു അവസരമാണ്. ബാഴ്സലോണയില് സ്പെയിനിന്റെ ഒരു 7 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതെ അങ്ങനെ ഉള്ളത് നാഷണൽ ടീമിന് ഗുണം ചെയ്യും. അപ്പോ തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മഡ്രിഡിനെ പ്രതീക്ഷിക്കണം. പിന്നെ അത്ലറ്റിക്കോ ബിൽബാ ഇപ്പൊ ഫ്രണ്ട്ലി മാച്ചുകളിലൊക്കെ തോറ്റിട്ടാ ഉള്ളത്. പക്ഷെ നീക്കോ വില്യംസ് ചെയ്തത് ശരിക്കും ഞാൻ പറയും. പക്ഷെ കണ്ടില്ലേ, നീക്കോ വില്യംസിന് ഇപ്പൊ വന്നിരുന്ന സൈൻ ചെയ്യാമായിരുന്നു. ഇപ്പൊ റാഷ്ഫോർഡിന് പകരം അവന് സൈൻ ചെയ്തില്ല. ഇപ്പൊ റാഷ്ഫോർഡ് സൈൻ ചെയ്തു, രജിസ്റ്റർ ചെയ്തു, അതേപോലെ ഗ്രാസിയ രജിസ്റ്റർ ചെയ്തു. അപ്പൊ നിക്കോ വില്യംസിന് ആ സമയത്ത് അത് ചെയ്തത് ക്ലബ്ബ് വരെ അത്ലറ്റിക്കോ ബിൽബാओ ഒരുപാട് പേടിപ്പെടുത്തി. ഇനി അവളെ പോയിട്ട് വെഞ്ചരിക്കേണ്ടി ഒരു 4-5 മാസം എന്നൊക്കെ പേടിപ്പെടുത്തി. അപ്പൊ ആൾക്ക് എന്തായാലും വേൾഡ് കപ്പ് വരാൻ പോണ ആരും അങ്ങനെ വെഞ്ചരിക്കാൻ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് പോയത്. പക്ഷെ അത് വല്ലാത്തൊരു നിക്കോ വില്യംസിനെ സംബന്ധിച്ചത് വല്ലാത്തൊരു മാറ്റമാണ്. കാരണം അവർക്ക് അവിടെ അത്ലറ്റിക്കോ ബിൽബാओ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. കുറെ കാലങ്ങളായിട്ട് ഒരു കോപ്പ ഡെൽ റേ ആണ് അതായിട്ടില്ല. പക്ഷെ ശരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് റെലഗേറ്റഡ് ആയിട്ടുള്ള കുറെ ലീഗിൽ ഇങ്ങനെ തുറന്നിട്ട് കാര്യമില്ല. ഒരു മേജർ ട്രോഫി ഒക്കെ നേടിയിട്ട് കാലങ്ങൾ കുറെ. അപ്പൊ എല്ലാവരും റയൽ മഡ്രിഡും ബാഴ്സലോണയും ലിവർപൂളും സിറ്റിയിലേക്കൊക്കെ വരുന്നത് അവർക്ക് മേജർ ഒരു ട്രോഫി നേടാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലബ്ബുകളിൽ കളിച്ച് തെളിയിച്ചിട്ട് വേറെ ഒരു ട്രോഫി നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ചാമ്പ്യൻസ് ലീഗ്, ഒരു ബാലൻഡിയോർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ചില ആൾക്കാർ ബാലൻഡിയോർ നേടാൻ വേണ്ടി വന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടി റയലിലേക്ക് വന്നിട്ട് ഇപ്പൊ റയലില് അറിയാലോ. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട്.
അപ്പൊ അതൊക്കെ നോക്കണം. അപ്പൊ ഇനി അടുത്ത് നോക്കണമെങ്കിൽ എസ്പാന്യോൾ ഉണ്ട്. എസ്പാനിയോളിന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. എസ്പാനിയോളിന്റെ ഗോൾ കീപ്പർ അവര് റെലഗേഷൻ സോണിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിന് രക്ഷപ്പെട്ടിട്ടാണ് കാര്യം വന്നത്. എസ്പാനിയോൾ അത്ര അതൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെയുള്ള. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലീഗ് 1 പോരുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല, ബാക്കിയുണ്ട്. നമ്മള് പൊസിഷനിങ് തന്നിട്ടില്ല. പൊസിഷനിങ് പൊസിഷനിങ് 5ാം സ്ഥാനത്ത് അല്ലെ? 5ാം സ്ഥാനത്ത് 3-2-1 എസ്പാനിയോൾ ജിറോണ. ഓക്കെ. 4ാം സ്ഥാനത്ത് അല്ലെ? 3-2-1 അത്ലറ്റിക് ബിൽബാവോ. 3-2-1 അത്ലറ്റികോ മാഡ്രിഡ്. ഓക്കെ, ഇത് രണ്ടുപേർക്ക് സേവ് ആയിട്ടാ പോണ്. ഇനി 2ാം സ്ഥാനത്ത് 3-2-1 റയൽ മാഡ്രിഡ്. അത് ബാഴ്സലോണ. അപ്പൊ കറക്റ്റ് ആയിട്ട് പോയി. ശരിക്കും സെക്കൻഡ് പൊസിഷനിലേക്ക് ചിലപ്പോ അത്ലറ്റിക്കോ മാഡ്രിഡ് വരാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. ഞാൻ മറന്ന ഒരു ക്ലബ്ബാണ് വില്ലറയൽ. വില്ലറയലും നല്ല കളിയാണ്. എന്നാലും 5th 6th 7th ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.